ഹലോ, ഇതൊരു കുട്ടി വ്ളോഗാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയുടെ അന്ന് ഒത്തിരി പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലിയും വിഷ് ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ കമൻ്റ് ഇട്ട് വിഷ് ചെയ്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ചേർത്തിട്ട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് 2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഹോസ്പിറ്റലിലായിരുന്നു, കാരണം എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ സ്കാനിങ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതും എൻ്റെ ഒരു കുഞ്ഞ് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 വർഷം കൊണ്ട് മനസ്സിൽ കൊണ്ട് നടന്ന 2 ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഒരു തയ്യൽ മെഷീൻ വാങ്ങുക എന്ന് പറഞ്ഞിട്ട്. മാരേജിന് മുന്നേ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ നടന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഇതിന് ഒരുപാട് തവണ ഫോഴ്സ് ചെയ്തെങ്കിലും പുറത്ത് പോകുന്നതിന് എന്തിനാ തയ്യൽ മെഷീൻ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് അവോയ്ഡ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ തയ്യൽ മെഷീൻ വാങ്ങാൻ കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് തോന്നുന്നു എൻ്റെ മൈൻഡിനെ ഞാൻ കുറച്ചും കൂടെ ഡൈവേർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ഈ സമയത്ത് നല്ലതാണ്. അപ്പോൾ അതിന് എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ തയ്യൽ തന്നെയാണ്. ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല, എനിക്ക് തയ്ക്കാനും അറിയില്ല. പക്ഷേ ഒരാഗ്രഹമുണ്ട് തയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇതാണ് കറക്റ്റ് സമയം. എന്തായാലും കുറച്ചൊന്ന് ഇൻവോൾവായിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം അമ്മയാണ്. അമ്മയ്ക്ക് ഞാൻ എന്നും കാണുന്നത് അമ്മ സൂചിയും നൂലും വെച്ച് കൈത്തയ്യൽ തയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ചാൽ അമ്മയ്ക്ക് എന്തുകൊണ്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണെങ്കിലും എനിക്ക് മനസ്സിന് അങ്ങനെ ഒരു സന്തോഷമില്ലായിരുന്നു. പക്ഷേ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, ആഗ്രഹിച്ചത് നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സമയത്ത് നിതിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സന്തോഷം ശരിക്കും 2 ഇരട്ടിയാവുമായിരുന്നു. അപ്പോൾ മെഷീൻ വാങ്ങാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് RK മോളിനടുത്തുള്ള തയ്യൽ മെഷീൻ കടയിലാണ്. ആക്ച്വലി ഒരു പവർ മെഷീൻ വാങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് തയ്യൽ പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട്, പിന്നെ അമ്മയും അങ്ങനെ പ്രോപ്പറായിട്ട് തെക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട്, ബിഗിനർ ആയതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും നോർമൽ മെഷീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെഷീൻ വാങ്ങാനായിട്ട് എൻ്റെ കൂടെ വന്നത് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫാണ്. ചേച്ചി വർഷങ്ങളായിട്ട് തെക്കുന്ന ആളായതുകൊണ്ട് ചേച്ചി കൂടെ വന്ന് ഏത് മെഷീനായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ, ഒരുപാട് നൂല്, പിന്നെ തയ്യൽ മെഷീൻ മീൻസ് പ്രോപ്പറായിട്ട് തെക്കാനുള്ള ആവശ്യമായിട്ടുള്ള കത്രിക, അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ എന്നിട്ട് നേരെ തയ്യൽ മെഷീൻ കയറ്റി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാനിടുന്ന കുറച്ച് വീഡിയോസെങ്കിലും എന്നെപ്പോലെ ഇരിക്കുന്ന സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഒരു വീഡിയോ ഇടുന്നത്. എന്താണോ എൻ്റെ സിറ്റുവേഷൻ ആ സമയത്ത്, ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഇമോഷൻസ് ഡംപ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന നിലയ്ക്കാണ് ശരിക്കും ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. പിന്നെ അത് കുറച്ച് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ തയ്യൽ മെഷീൻ വാങ്ങുന്ന കാര്യം എന്തിന് ഞാൻ വീഡിയോ ഇടണമെന്ന് വെച്ചാൽ, എൻ്റെ സങ്കടങ്ങളും നഷ്ടങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളും അതുപോലെ തന്നെ എല്ലാം ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം സാധിക്കുന്നതും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ആക്ച്വലി എടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കത്രിക മേടിച്ചു, പിന്നെ ഈ ബോഗൻ കേസ് അങ്ങനത്തേത്, ചോക്ക്, പിന്നെ നൂല്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ അമ്മയും പപ്പയും ഉണ്ട്, പിന്നെ എനിക്ക് സഹോദരങ്ങളുണ്ട്. അമ്മയ്ക്കും പപ്പയ്ക്കും 9 മക്കളാണുള്ളത്. ഞാനാണ് 9ാമത്തെ പുത്രി. എനിക്കിപ്പോൾ 27 വയസ്സായിട്ടോ. എൻ്റെ 27 വയസ്സിൽ ഇന്നേ വരെ ഞങ്ങൾ 9 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അത് പക്ഷേ ഭാഗ്യം വെച്ചാൽ എൻ്റെ കല്യാണ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും ഫോട്ടോയിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൂത്ത ബ്രദർ മരിച്ചിരുന്നു. അതുകൊണ്ട് മൂത്ത ബ്രദറിനെ ആഡ് ചെയ്തിട്ട് ഞാനും ഇതിനും കൂടെ ആ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തതും ഇതൊക്കെ വോളിൽ തൂക്കിയതും. എൻ്റെ അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ സംസാരിക്കുന്നതും അല്ലെങ്കിൽ എന്നെ മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും എൻ്റെ സംസാരത്തിലൂടെയും ഞാൻ പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിതിനെയും കൂടെ കാണാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ട്, അപ്പോൾ അവനെക്കുറിച്ച് പറയുക എന്നാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുക്കാം. കാരണം അവനെക്കുറിച്ച് പറയുക എന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എന്നെ അങ്ങനെ കൊണ്ട് നടന്ന ഒരാളാണ് നിതിന്. അപ്പോൾ നിതിനെക്കുറിച്ച് പറയേണ്ടത് എൻ്റെ കടമ തന്നെയാണ്. അപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ.